അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണം മൂലം കലവൂരിൽ ജനജീവിതം കടുത്ത പ്രതിസന്ധിയിൽ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധി വഴിമുട്ടിച്ച വികസനത്തിനെതിരെ കലവൂരിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഒരു ജനതയാകിയ വലിയ ദുരിതത്തിലാണ്. കലവൂരിനെ വിഭജിച്ചുകൊണ്ട് കായൽ മണ്ണ് നിറച്ചുയർത്തിയ സൈഡ് വാൾ ടൗണിനെ പാടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. 700ഓളം വരുന്ന വ്യാപാരി വ്യവസായികൾ കലവൂരിൽ നിന്ന് സർവീസ് ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന 33 ബസ്സുകൾ, 150-ൽ പരം ഓട്ടോറിക്ഷകൾ, ടെമ്പോ ടാക്സികൾ, ട്രാവലറുകൾ എന്നിവയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. ഈ ജനകീയ ദുരിതത്തിന് പരിഹാരമായാണ് നാട്ടുകാർ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമാവലി പ്രകാരം കായൽ മണ്ണ് നിറച്ച സൈഡ് വാൾ മാറ്റി 1 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്കായി ബീം പില്ലറുകൾ നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇങ്ങനെ ചെയ്താൽ അതിനിടയിലൂടെ എല്ലാ വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാനും പാർക്കിംഗ് സൗകര്യമൊരുക്കാനും സാധിക്കും. കൺവെൻഷൻ എ.ഡി. തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു മതില് കെട്ടി നമ്മുടെ നാടിനെ രണ്ടായി വിഭജിച്ച് കളയുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ അണ്ടർപാസ് അല്ല വേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദേശീയപാത അതോറിറ്റിയുടെ മീറ്റിംഗിൽ നമ്മൾ വളരെ വ്യക്തമായ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ആ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് ആ മീറ്റിംഗ് നടക്കുമ്പോൾ ഇവിടെ നിന്ന് വന്ന നമ്മുടെ സഹോദരന്മാർ അതെല്ലാവരും അത് കേട്ടതാണ്. നമ്മൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലുമൊക്കെ ദേശീയപാതയുടെ ഡിസൈനിൽ അതിനെ തുടർന്ന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ദേശീയപാത കടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പണം അധികമായി ചെലവഴിച്ചത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ്. MLA ഈ വിഷയം KC വേണുഗോപാൽ MPയുടെയും ഹൈവേ അതോറിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും ഉറപ്പു നൽകി. സിനിമോൾ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. PG സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. CPI സംസ്ഥാന സമിതി അംഗം മോഹനദാസ്, P തമ്പി, KD വേണു, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.